ദില്ലി രോഹിണി സെക്ടർ 16 ശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന 4 നില കെട്ടിടം തകർന്നു വീണു. അപകടത്തിൽ ഒരാൾ മരിച്ചു. ഇന്ന് വൈകുന്നേരം 4:20 MCD സ്കൂളിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഫെമിന ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, ഈ അപകടത്തിൽ നിലവിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചത്. നിരവധി ആളുകൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് വ്യക്തമാവുന്നത്? ആര്യ, ഇന്ന് വൈകുന്നേരം 4:20 ദില്ലി രോഹിണി സെക്ടറിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണത്. ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീണത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ മരിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദില്ലി അഗ്നിശമന സേനാംഗങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സംഘവും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തുകയാണ്. ഈ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമാണോ? രാത്രി വൈകിയും ഈ രക്ഷാപ്രവർത്തനം തുടരാനുള്ള തീരുമാനത്തിലാണോ നിലവിലുള്ളത്? അതെ, കാലാവസ്ഥ ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ആളുകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഒക്കെ പോലീസ് എത്തിച്ചു നൽകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ വ്യക്തമായിട്ടുള്ള എണ്ണം ഒന്നും പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഒരാളുടെ മരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരാളുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 3-ലധികം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. പോലീസിന് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത് ഒരാളുമായിട്ടാണ്. അയാളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ രോഹിണി സെക്ടറിൽ ഈ ശക്തമായിട്ടുള്ള മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടെ ഈ ബഹുനില കെട്ടിടം തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.